അക്ബർ ജിസേലിൻ്റെ മാറിൽ കയറി വളരെ മോശമായ രീതിയിൽ പിടിച്ചുവെന്ന് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഒനീൽ സാബു. ഇന്നലെ മഡ്പിറ്റിൽ കൊടി കുത്തിവെച്ച് സ്ഥലം കയ്യേറുന്ന ടാസ്കിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പാതിരാത്രിയിൽ ബിന്നിയും ഷാരികയും തമ്മിലാണ് സംസാരിക്കുന്നത്. ഒനീൽ സാബു ഇങ്ങനെ നടന്ന കാര്യം ബിന്നിയുടെ അടുത്ത് തുറന്നു പറഞ്ഞു എന്നാണ് ബിന്നി ഷാരികയുടെ അടുത്ത് ഇന്നലെ രാത്രിയിൽ പറഞ്ഞത്. ഒനീൽ സാബു പറയുന്നത് ലൈവിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ഒനീൽ സാബു ബിന്നിയുടെ അടുത്ത് പറഞ്ഞുവെന്ന് ബിന്നി ഷാരികയുടെ അടുത്ത് പറയുന്നതാണ് ഇന്നലെ രാത്രിയിൽ കാണിച്ചത്. ഒനീൽ ബിന്നിയുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: അക്ബർ ആ ഒരു ടാസ്കിനിടയിൽ ജിസേലിൻ്റെ മാറിൽ മോശമായി പിടിക്കുന്നുണ്ട്. അതും ഒരു തവണയല്ല, 3-4 തവണ അങ്ങനെ വളരെ മോശമായ രീതിയിൽ പിടിക്കുന്നത് ഒനീൽ സാബു കണ്ടു എന്നാണ് പറഞ്ഞത്. എല്ലാവരും തന്നെ ജിസേൽ ഉൾപ്പെടെയുള്ളവർ കൊടി ഫ്ലാഗ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലത്ത് കിടക്കുമായിരുന്നല്ലോ. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് ഒനീൽ സാബു ബിന്നിയുടെ അടുത്ത് പറഞ്ഞു എന്നാണ് ബിന്നി ഷാരികയുടെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ ലൈവിൽ ഒനീൽ സാബു അത് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ഒനീൽ സാബുവും രന ഫാത്തിമയും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ ഇന്നലെ ഇവിടെ ടാസ്കിനിടയിൽ പെണ്ണുങ്ങളെ വരെ കയറി പിടിച്ചവരുണ്ട്. പക്ഷേ ഞാനൊരു തെറി പറഞ്ഞതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ഒനീൽ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഈ ഒരു സംഭവം അങ്ങനെ മനസ്സിലായിട്ടില്ല. കാരണം ഇത് ബിന്നിക്കും ഷാരികയ്ക്കും രേണുവിനും മാത്രമേ ഈ ഒരു സംഭവം ഉണ്ടായതായിട്ട് അറിയത്തുള്ളൂ. ഇത് ലൈവിലും അങ്ങനെ അധികം ആൾക്കാർ ശ്രദ്ധിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ ഇന്നലെ ക്ലിയർ ആയിട്ട് തന്നെ കണ്ടിരുന്നു ബിന്നി ഈ ഒരു കാര്യം ഷാരികയുടെ അടുത്ത് പറയുന്നത്. പക്ഷേ ബിന്നി അവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്: അക്ബർ അങ്ങനെ ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ബിന്നി ജിസേലിൻ്റെ അടുത്തും ഈ ഒരു കാര്യം തുറന്നു തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ ജിസേൽ പറഞ്ഞു ജിസേലിന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ഗെയിമിൻ്റെ പാർട്ടായിട്ട് അങ്ങനെ കൈ അതിലേ വന്നതായിരിക്കാം. പക്ഷേ ഒരു കൈ വന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ മനഃപൂർവ്വം അവനങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി വന്നതാണെന്ന് ജിസേലിന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ജിസേലിന് പ്രശ്നമില്ല എന്ന് ബിന്നി സംസാരിച്ചപ്പോൾ പറഞ്ഞുവെന്ന് ഷാരികയുടെ അടുത്ത് പറയുന്നുണ്ട്. ജിസേലിന് കുഴപ്പമില്ല, പക്ഷേ ഒനീൽ സാബുവിനാണ് അവിടെ പ്രശ്നമെന്ന് ബിന്നി അവിടെ എടുത്ത് ഷാരികയുടെ അടുത്ത് പറയുന്നുണ്ട്. എനിക്കും ടാസ്കിനിടയിൽ അക്ബറിൻ്റെ പ്രകടനം കണ്ടിട്ട് എനിക്കും പ്രത്യേകിച്ച് അങ്ങനെ മോശമായ രീതിയിൽ അക്ബർ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരാളുടെ മനസ്സ് കയറി വായിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. മാത്രമല്ല എല്ലാ ക്യാമറ ആംഗിളും വളരെ വ്യക്തമായിട്ടൊന്നുമല്ല ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള കൺഫേംഡ് ആയിട്ടൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഇതുപോലുള്ള ഒരു ഗുരുതര ആരോപണമാണ് ഇപ്പോൾ അക്ബറിന് മേലെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് അറിയാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.